സർവശക്തനായ അല്ലാഹു ചില ആളുകൾക്ക് ചില ഉയർച്ചയും സ്ഥാനമാനങ്ങളും മനുഷ്യർക്കിടയിൽ നൽകിയിട്ടുണ്ട്. അത് ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞു, വറഫഅ ബഅലകും ഫൗക ബഅലിൻ ദറജാതിൻ ലിയബ്ലുവകും ഫീമാ ആതാകും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ ഏറ്റവും അവസാനത്തെ ആയത്തിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളിൽ ചിലരെക്കാൾ ഉയർത്തുകയും നിങ്ങൾക്ക് അവൻ നൽകിയതിനെ തൊട്ട് നിങ്ങളെ പരീക്ഷിക്കുവാനും വേണ്ടിയാണത്. അപ്പൊ എന്തിനാണ് നമ്മുടെ കൂട്ടത്തിൽ ചിലർക്ക് ചില സ്ഥാനങ്ങൾ നൽകിയത്? ഭാര്യ ഭർത്താവ് എന്ന മലയാള പ്രയോഗം അതേ അർത്ഥത്തിലല്ല, അതേ ആശയത്തിലല്ല പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തന്റെ ഭാര്യ ഭർത്താവ് എന്ന നിലക്കുള്ള പരസ്പരമുള്ള ബന്ധത്തെ സൂചിപ്പിച്ചത്. ഇണകൾ എന്ന അർത്ഥത്തിലാണ്. ഇണകൾ സൗജ് എന്ന പദത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോയാൽ തന്നെ അതിന്റെ മനോഹാരിത നമുക്ക് മനസ്സിലാവും. ഇണകളാണ്. എന്നിട്ടും പുരുഷന് ചില സ്ഥാനങ്ങൾ നാം ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. സൂറത്ത് നിസായിലേക്ക് കടന്നു വരുമ്പോ, അതുപോലെ സൂറത്ത് ബഖറയിലെ 2-ാം അധ്യായത്തിലെ 228-ാമത്തെ ആയത്തിലേക്കൊക്കെ വരുമ്പോ, പ്രിയപ്പെട്ടവരെ, അവിടെ സ്ത്രീകളെ കുറിച്ച് പ്രത്യേകമായി അല്ലാഹു എടുത്തു പറയുന്നുണ്ട്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. ആ പദത്തിന്റെ അർത്ഥം എന്തെന്നാണ്? സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട്, തന്റെ ഇണയോട് ചില കടപ്പാടുകൾ നിർവഹിക്കാനുണ്ട്, എന്നാൽ അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അവർക്കുമുണ്ട് അവകാശങ്ങൾ. അവർ ചോദിച്ചു വാങ്ങേണ്ടതായ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അത് തർക്കവിതർക്കങ്ങളിലൂടെ കിട്ടേണ്ട അവകാശമല്ല. അത് തന്റെ ഭർത്താവായി നിൽക്കുന്ന ഈ പുരുഷനിൽ നിന്ന് എല്ലാം മനസ്സിലാക്കി കിട്ടേണ്ടതായ അവകാശങ്ങൾ ഒരു സ്ത്രീക്കുണ്ട് എന്ന് സ്ത്രീയെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ സംസാരിക്കുകയാണ്.